നിങ്ങളെ സ്വീകരിക്കാൻ ഒരുക്കുക. നമ്മളായിരിക്കുന്നത് എല്ലാവരുടെ ദൈവം നമ്മളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ മാത്രമാണ്. ആരാധനയുടെ നടുവിൽ ദൈവ സാന്നിധ്യമാണ്. പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം ചെയ്ത് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലം ഒരാഴ്ച കാലം കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ച് സൂക്ഷിച്ചു. ഞങ്ങളെ എത്രത്തോളം പരിപാലിച്ച ദൈവത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീര ബലഹീനതകളിലും ചെറിയ ചെറിയ രോഗങ്ങളിലുമൊക്കെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് എത്രത്തോളം ഞങ്ങൾക്ക് ആയുസ് നൽകിയത് വലിയ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ ആത്മാവേ, ഞങ്ങളെ നയിച്ചത് കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തന്ന ബലത്തിൽ, ഇന്ന് ഞങ്ങൾ ശരീരാരോഗ്യത്തിൽ, അപ്പോൾ ഇന്ന് ഈ രോഗമില്ലാത്ത ശരീരം ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ നടത്തി കർത്താവ് എത്രത്തോളം പരിപാലിച്ച്. അപ്പോൾ മനുഷ്യർ പരിപാലിക്കുന്നത് പോലെയല്ല, മനുഷ്യർ സ്നേഹിക്കുന്നത് പോലെയല്ല, അപ്പോൾ മാനുഷിക ശക്തികൾ പോലെയല്ല, എന്നാലോ എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയോ അപ്പോൾ ഞങ്ങൾക്ക് നിറഞ്ഞു നിൽപ്പാൻ തക്കവണ്ണം, ഞങ്ങൾക്കത് സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനോട് അപ്പോൾ ഞങ്ങളെ നയിച്ചതുവരെയായ സ്തോത്രം. ഹല്ലേലൂയ. അനേക കർത്താവെ കഴിഞ്ഞ നാടുകളിലില്ല ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവെ രോഗത്തിലൊക്കെ ഹല്ലേലൂയ ശാരീരികമായ അസ്വസ്ഥതയൊക്കെ ആയിരുന്നവരെ എല്ലാവരെയും കർത്താവ് പരിപാലിച്ചു. അപ്പോൾ സൗഖ്യം കൊടുത്ത് അപ്പോൾ ഇത്രത്തോളം ആരോഗ്യത്തോടുകൂടെ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ കൊടുത്ത കൃപയ്ക്കായ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവ ആരാധനയുടെ മുമ്പിൽ ഇരിപ്പാൻ തക്കവണ്ണം കർത്താവ് കൊടുത്ത കൃപയ്ക്കായ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെ പറയുന്നത് പോലെ ഒന്നോ രണ്ടോ മൂന്നോ പേർ നിന്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാലും ആ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് അത് സാന്നിധ്യം നിങ്ങളെ അറിയിക്കും എന്ന് പറഞ്ഞ് എന്റെ വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇന്ന് ആ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ മേൽ നിറവേറുവാൻ തക്കവണ്ണം പരിശുദ്ധ ആത്മാവിലൂടെ നിറവേറുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കിയത് പറ്റായി സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ കർത്താവേ. അപ്പോൾ ഇന്ന് ഞങ്ങളെ ആരാധന ക്രമത്തിനായി തിരഞ്ഞെടുത്ത ഓരോ ഭാഗങ്ങളും ഓരോ പാട്ടുകളും കർത്താവേ, വചന ശുശ്രൂഷകളെല്ലാം ദൈവകാലേ ഇന്നായിരിക്കുന്ന മക്കൾക്ക് കർത്താവേ, ചുരുക്കം ചിലരായിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ അവർക്ക് ആ സാന്നിധ്യം അറിയുവാൻ, അത് അവർക്കൊരു വഴിത്തിരിവായി മാറുവാൻ, അതൊരു വഴിയായി മാറുവാൻ കർത്താവ് അപ്പോൾ ഈ മക്കളെല്ലാം കർത്താവ് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇന്ന് ശുശ്രൂഷ ചെയ്യുവാൻ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. ഭവനങ്ങളിലൊക്കെ കർത്താവേ ഇന്ന് മടി പിടിച്ചിരിക്കുന്ന അനേകരുണ്ട് കർത്താവേ, അപ്പൊ അവരെല്ലാം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. അടുത്ത നാളുകളിൽ അടുത്ത ആഴ്ചകളിൽ കർത്താവേ ആ ശബത്ത് നാൾ മുടങ്ങാതെ കർത്താവേ വന്ന് ആരാധിപ്പാൻ അവർക്ക് കൃപ പകരുന്നതിനായി സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ ഭവനങ്ങളിൽ കർത്താവേ അനേക വിഷയങ്ങളായിരിക്കുന്നു. ഹല്ലേലൂയ. ആ വിഷയങ്ങളുടെ ദൈവം പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. അനേക വിഷയങ്ങൾ കർത്താവേ നിന്റെ കരങ്ങളിൽ ഇന്ന് ഈ ആത്മാക്കൾ കർത്താവേ നിന്നോടുകൂടെ പറയുമ്പോൾ എന്റെ ദൈവം അത് ചെവികോർത്ത് ഹല്ലേലൂയ അത് സ്വീകരിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുക്കുന്ന ഒരു ദിവസമായി അപ്പോൾ ഇവർ വിശ്വസിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവർ പോകുന്ന വഴികളിലെല്ലാം വരുന്ന വഴികളിലും ഇവരെല്ലാം ഹല്ലേലൂയ സാമ്പത്തിക മണ്ഡലങ്ങളുടെ മേലും ദൈവത്തിന്റെ പ്രവർത്തനം കൂടെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ കൃപയെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ദൈവം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കരുണയുള്ള ദൈവം, ആ കൃപയുള്ള ദൈവം ഞങ്ങളോടുകൂടെ ആയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗ്ഗം അത് മാനിച്ചതിനായി കർത്താവേ, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ.